Hello friends, welcome to channel 𝙑𝙞𝙙𝙯 channel स्वागതം എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഗെയിമിംഗ് മൗസ് ആണ് കേട്ടോ. നമ്മുടെ ലിനോവോന്റെ ഒരു ഗെയിമിംഗ് മൗസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്തു നമ്മളൊരു എഡിറ്റിംഗ് കം ഗെയിമിംഗ് PC സെറ്റപ്പ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ പാർട്സ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇത് ലിനോവോന്റെ M200 RGB ഗെയിമിംഗ് മൗസ് ആണിത്. നമുക്കറിയാം ഗെയിമിംഗ് മൗസ് നമുക്കിപ്പോൾ ഗെയിമിംഗ് മൗസ് എന്ന് വെച്ചാൽ പറയുമ്പോൾ വയർലെസ് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് നമ്മളൊരു വയർലെസ് മൗസ് RGB ഉള്ളത് വയർലെസ് നമ്മൾ ഇട്ടുണ്ടായിരുന്നു സൂക്കിൻ്റെ. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാൻ നമ്മൾ മുകളിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് വരുന്നത് വയേർഡ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 6 ബട്ടൺ ഡിസൈനാണ് വരുന്നത്. അതുപോലെ RGB മൾട്ടി കളർ RGB ബാക്ക് ലൈറ്റ് ഉണ്ട്. 2400 DPI വരെ നമുക്ക് ഓൺ ദ ഫ്ലൈ സ്വിച്ചും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് ലീജിയൻ്റെ ഒരു ബ്രാൻഡിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. M200 മോഡൽ നെയിമാണ്. ഈ സൈഡിലായിട്ട് നമുക്ക് കുറേ ഭാഷയിലെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഷീൽഡ് ബാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് സൈഡിലായിട്ട് ലിനോവോ റീജിയൻ M200 RGB ഗെയിമിംഗ് മൗസ്, എർഗണോമിക് ഷേപ്പ്, ഓൺ ഫ്ലൈ DPI സ്വിച്ച്, പെർസിഷൻ വീൽസ് വിത്ത് ബാക്ക് ലൈറ്റ് എന്നൊക്കെ സംഭവം കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് ബട്ടൺസും ഉണ്ട്. RGB ബാക്ക് ലൈറ്റ് കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം Windows 7, Windows 8, Windows 8.1, അതുപോലെ Windows 10 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു 700-ൻ്റെയും 1000-ൻ്റെയും ഇടയിലായിട്ട് നമുക്ക് പ്രൈസിങ് വരിക. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. താല്പര്യമൊക്കെ ഡയറക്റ്റ് വാങ്ങിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഒരു ഒരു മൗസ് ഉള്ളതിൽ ഏറ്റവും നല്ലൊരു നമ്മളൊരു 1000 ആ റേഞ്ചിൽ വരുന്ന ഒരു മൗസിൽ ഏറ്റവും നല്ല നോക്കി നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ താല്പര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ഡയറക്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് ആമസോണിലേക്ക് ഡൈവേർട്ട് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് ഷോപ്പിംഗ് ചെയ്യാൻ. പിന്നെ ചാനലിനോട് സപ്പോർട്ടാണ് സംഭവം. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്താലോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. 3 വീഡിയോ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു ക്യൂബോ UPS കൊടുക്കുന്നുണ്ട് റൂട്ടറിൻ്റെ. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ പടം നിങ്ങൾക്ക് ഈ സൈഡിലായിട്ടൊക്കെ കാണാം കേട്ടോ. അവിടേക്ക് ആയിട്ട് കാണാം. പിന്നെ അതുപോലെ പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 10 റൂട്ടറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാ ഫേസ് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. സിമ്പിൾ സ്റ്റെപ്സാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇത് സീൽഡ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതിങ്ങനെ ഒട്ടിച്ച ടൈപ്പാണ് കേട്ടോ. അത് കൊള്ളാം. ഇങ്ങനെയാണ് വരുന്നത്. ലീജിയൻ്റെ പടം കൊടുത്തിട്ടുണ്ട് ഫുള്ള്. ഇതിന് 1000 റേറ്റ് വരുന്നത്. 1000 റേറ്റ് വരുന്നത്. വേറെ ഇത്രയധികം RGB ഇല്ലാത്ത മോഡലിനാണ് 699 സംതിങ് റേഞ്ച് വരുന്നത്. ലിനോവോയുടെ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക? അതിന് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാനുള്ള ജസ്റ്റാണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഈ സീൽ തന്നെ പൊട്ടിക്കണം. എന്തായാലും സംഭവം ബോക്സ് കൊള്ളാം. നമുക്ക് എന്തായാലും നമ്മുടെ അൺബോക്സ് ചെയ്യാൻ നൈഫ് എടുക്കാം. ഇതിലെവിടെ നൈഫ്? ഓക്കെ, നമ്മുടെ നൈഫ് കെട്ടി നമ്മുടെ സീൽ കട്ട് ചെയ്തു കേട്ടോ. ഈ സംഭവം ഭയങ്കര എനിക്കിഷ്ടമാണ്. ഭയങ്കര സെസ് നൈഫ് നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യാം. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബ്രൈഡഡ് കേബിളാണ് വരുന്നത് കേട്ടോ. കേബിളിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഗോൾഡ് പ്ലേറ്റർ പോലത്തെ അല്ല, ഗോൾഡ് പ്ലേറ്റർ തന്നെയാണ് സംഭവം. ഉണ്ട് നല്ലൊരു ക്വാളിറ്റി. എന്താ ക്വാളിറ്റി, രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് വരുന്നത്. കണ്ടോ, പ്രൈസിന് കൊടുക്കുന്ന ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു കുറച്ച് ബുക്ക്ലെറ്റ് ഉണ്ട്. എന്ത് സംഭവം നോക്കാം. ഇത് ലിമിറ്റഡ് വാറൻറ്റിയാണ്. ഇത് യൂസർ മാനുവലായിരിക്കും. പിന്നെ വേറെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് മാനുവൽ തന്നെയാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് എന്തായാലും ഇനി മൗസ് എടുക്കാം. മൗസ് അത്യാവശ്യം വലുതാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇത് നമുക്ക് എങ്ങനെ എടുക്കാൻ വിടുന്നു? ഇത് നമുക്ക് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കേണ്ടത്? നമുക്ക് എന്തായാലും ബോക്സ് ഒന്നും കംപ്ലൈൻറ്റ് വരുത്താണ്ട് എടുക്കാം. എന്തായാലും നല്ലൊരു സാധനം ബോക്സൊക്കെ അത് ഉണ്ടാക്കി തന്നതല്ലേ. നമ്മളെന്തായാലും ഡീസൻ്റായിട്ട് എടുത്തേക്കാം. ഓക്കെ, നമ്മൾ ഡീസൻ്റായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കണക്ട് ചെയ്ത് നോക്കാം. അതെന്താ നമുക്ക് അതേപടി ഇവിടെ വെക്കാം. എന്തായാലും ഇവിടെ നമ്മൾ ഇത് തിരിച്ച് വേണ്ട, വെറുതെ സമയം പോകും. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ബോക്സ്. ഇതാണ് മൗസ്. തെറ്റിപ്പോയി. ബോക്സിൻ്റെ ഒരു ഓവർ പറഞ്ഞാൽ നമുക്കൊരു കേബിൾ കെട്ടി വയ്ക്കാനുള്ള സംഭവം ഒരു ഓൾറെഡി തന്നിട്ടുണ്ട്. അത് കൊള്ളാം. കേബിൾ ആവശ്യമില്ലാത്ത നമുക്ക് ലെങ്ത്ത് വേണ്ടെന്നില്ലെങ്കിൽ നമുക്കത് ഇവിടെ കെട്ടി വയ്ക്കാം. കേബിളിൻ്റെ ഒരു ക്വാളിറ്റി പിടിച്ചിട്ടൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. കൊടുക്കാത്ത ക്വാളിറ്റി. ഇത് ഫുൾ ബ്ലാക്കാണ് കാണുമ്പോൾ. പക്ഷേ നമുക്ക് ഇതുമ്പോൾ ലൈറ്റൊക്കെ വരും കേട്ടോ. ഇവിടെ DPI കൺട്രോൾ ചെയ്യാൻ സ്വിച്ച് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ 2 സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് അവിടെ 2 സ്വിച്ചും വരും. പിന്നെ ഒരു
ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ലേസർ ലൈറ്റ് ഉണ്ട്. അതുപോലെ ലിനോവോ ലീജിയൻ M200 കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചർഡ് ബൈ ലിനോവോ ഹോങ്കോങ് ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന. ലിനോവോ നിങ്ങൾക്കറിയാം ചൈനീസ് കമ്പനിയാണ്. റേറ്റിംഗ് വരുന്നത് 5 വാട്ട് 100 mAh ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിട്ട് നോക്കാം. അതിൻ്റെ ലൈറ്റിംഗ് അറിയില്ല. നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ കണ്ടിട്ട് വരും തോന്നുന്നു. നമുക്കത് കമ്പ്യൂട്ടറിൽ തന്നെ കണ്ടിട്ട് വരും. നമുക്ക് എന്തായാലും കമ്പ്യൂട്ടർ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ മൗസ്. കണ്ടോ, ക്യാമറ ഒന്ന് താഴത്തേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ മൗസ്. രണ്ട് സൈസ് ഡിഫറൻസ് കണ്ടോ. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ ലിനോവോ തന്നെയാണ് കേട്ടോ. ഇത് എന്തായാലും കുത്താം നമുക്ക്. മൗസ് നമ്മുടെ കേബിൾ പോയിൻ്റ് ഒക്കെ അപ്പുറത്തെ സൈഡിലാണ്. ഇതാ കണ്ടോ, കണക്റ്റായിട്ടുണ്ട്. ഇതിൽ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളർ ഒരു രക്ഷയില്ലാത്ത കളർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കണ്ടു. ഇതിന് നമുക്കിത് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കറക്റ്റ് നമ്മുടെ ഇതിൻ്റെ മാനുവൽ നമ്മൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാനുവൽ. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഫുൾ ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞത്. ഇത് ഓട്ടോമാറ്റിക് നമുക്ക് മാറുന്നുണ്ട്. കണ്ടു, ഫുൾ കളർ മാറുന്നുണ്ട്. എന്തായാലും ഞാൻ ചെക്ക് ചെയ്തിട്ട് നമുക്കിത് ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ മാനുവലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നോക്കി. പക്ഷേ നമുക്ക് ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങൾ മാറ്റാനുള്ള ഇതില്ല കേട്ടോ. അത് ഡീഫോൾട്ടാണ്. ഇങ്ങനെ ലൈറ്റ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് DPI മാറ്റാൻ പറ്റും. നമുക്ക് 4 DPI മാറ്റാൻ പറ്റും. 1000, 1300, 1600, അതുപോലെ 2400. 2400 ഏറ്റവും മാക്സിമം കേട്ടോ. നമുക്കിത് സിംഗിൾ ക്ലിക്ക് ചെയ്താൽ 1000, 1300, 1000 അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് എന്തായാലും നമ്മുടെ ക്യാമറ ഒന്ന് മാറ്റാം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മൗസ് പോയിൻ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അവിടെ പോയി. അതാ നല്ല സ്മൂത്താണ് കേട്ടോ സംഭവം. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ കയറി നോക്കിയേക്കാം. ഞാൻ എന്തായാലും 2 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ചിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്കത് ഇതുകൊണ്ട് ചെയ്ത് നോക്കാം. പക്ഷേ നല്ല സ്മൂത്താണ് കേട്ടോ. ഭയങ്കര സ്മൂത്താണ്. ലൈറ്റ് വെയിറ്റ് ആണ്. സാധാരണ ഗെയിമേഴ്സ് ഭയങ്കര ഹെവിയാന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല സ്മൂത്താണ് കേട്ടോ. നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ്. വലിയ വെയിറ്റ് ഡിഫറൻസ് ഒന്നുമില്ല. ഞാനെടുക്കുന്ന കളർ നോക്കുന്നു, ഒരു രക്ഷയില്ലാത്ത കളറാണ് കേട്ടോ. 1000 രൂപയ്ക്ക് നമുക്ക് ശരിക്കും ഒരു വാല്യൂ ഫോർ മണിയുള്ള ഒരു ഗെയിമിംഗ് മൗസ് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തവർ പങ്കെടുക്കാനും മറക്കണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ കാണുക, പങ്കെടുക്കുക. അപ്പോൾ അതിൻ്റെ റൂൾസ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് മുമ്പ് പറയുകയും ചെയ്തു. ഞാൻ വേണമെങ്കിൽ ഒന്നൊരു പറയാം. എന്തായാലും നമ്മൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ലൈക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക അതിൻ്റെ എന്താ പറയുക ലിമിറ്റ് വെച്ചിരിക്കുന്നത്, ഒരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുക. അപ്പോൾ ലൈക്ക് അടിക്കാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വൈൻഡപ്പ് ചെയ്താലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.